പൂവേ പൊൻപൂവേ ആരിരാരം പൂവേ കനവും നീ നിനവും ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ഒരു സന്തോഷമുള്ള ദിവസം കേട്ടോ. അവന് എന്ത് സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും നിങ്ങളോട് ആദ്യം പറയല്ലോ. ഇപ്പം വീട്ടിലുള്ളത് ഇപ്പം ഞാൻ പോകുന്നത് വടകരയ്ക്കാണ്. അപ്പം ഞാനും സിദ്ധും സൈഷേറിനാ പോകുന്നുള്ളൂ. അപ്പം തന്നെ ഏകദേശമൊക്കെ പിടികിട്ടിട്ടുണ്ടാവും. കുഞ്ഞു വരുന്നില്ല, ഇവന് ഇന്ന് കളിയും കാര്യമുള്ളതുകൊണ്ടാണ് കേട്ടോ ഇവൻ വരാത്തത്. അതുകൊണ്ട് ഓൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓനതുകൊണ്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോവാ കേട്ടോ. ടൂർണമെന്റ് ഉണ്ട്. അങ്ങനെ ഞാൻ പോകാൻ നോക്കുകയാണേ. ബസ്സിനാണേ പോകുന്നത്. കാരണം ടൂ വീലറിൽ എന്തായിട്ടും പോകാൻ പറ്റൂലല്ലോ. മഴക്കാറുണ്ടെങ്കിലും മഴ പെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഒരു ചെറിയൊരു ഇരുട്ട് കൂടി കിടക്കുന്നൊരവസ്ഥ തന്നെയാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് പോകണേ, ബസ് കിട്ടാൻ വേണ്ടി കൊയിലാണ്ടി സ്റ്റാൻഡിൽ പോകണം, എന്നാലേ ബസ് കിട്ടുള്ളൂ. ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി. പിന്നെ അതിന് ശേഷം ഇതാ ബസ് കയറിയിട്ടുണ്ട്. മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ മൂടി കിടക്കുകയായിരുന്നേ. അതുകൊണ്ട് തന്നെ എന്തോ ഒരു മാതിരിയായിരുന്നു ബസ്സിന്. ഒരു ഛർദ്ദിക്കാൻ വരുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അതിന് ശേഷം ഞാൻ ഓട്ടോ പിടിച്ച് നേരെ പോകുന്നത് വടകര കേളുവേട്ടൻ മന്ദിരം എന്ന് പറഞ്ഞ് അവിടെ ആട്ടോ. അവിടെ നിന്നാണ് നമുക്ക് സിദ്ധുവിന് അവിടെ നടക്ക് താഴ സഹകരണ ബാങ്കിൻ്റെ വക അനുമോദനമുണ്ട്. അപ്പം അതിനാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇത് ഞാൻ സർപ്രൈസ് ഇട്ട് വെച്ചോന്നല്ല, ഒരു സന്തോഷം കേട്ടോ, അങ്ങനെ പറഞ്ഞതാണേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഇവന് ഭയങ്കര ഹാപ്പി ആട്ടോ. ഓന് എന്താണെന്ന് വെച്ചാൽ ഓന് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കിട്ടുന്നത്. അതിൻ്റെ സന്തോഷം. നിങ്ങൾക്കൊക്കെ സന്തോഷമായിട്ടുണ്ടാവുമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട്, ഇത് കാണുന്ന വീഡിയോ കാണുന്നവർക്ക്. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കോഫി ഹൗസ് പോയി. ബിരിയാണി ആട്ടോ സിദ്ധു വാങ്ങിയത്. ഞാനും സരീഷേറിനും വെജ് ബിരിയാണി ആട്ടോ വാങ്ങിയത്. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്കൊന്ന് പുതിയാപ്പ് പോകണം കേട്ടോ, അതായത് നമ്മളെ പഴയ വീട്ടിൽ. കാരണം അവിടെ വരുന്ന കൊറിയറൊക്കെ അവിടേക്ക് ആട്ടോ വരുന്നത്. നമുക്ക് ഓരോന്ന് പ്രൊമോഷൻ വീഡിയോ ആയാലും അല്ലാത്ത നമ്മൾ തന്നെ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ആ അഡ്രസ്സ് തന്നെയാട്ടോ. പിന്നെ എപ്പോഴും അങ്ങോട്ട് പോകണം എന്നുള്ള ഒരു വലിവ് കൂടുതലാട്ടോ. വടകര എത്തിക്കഴിഞ്ഞാൽ എന്തോ പുതിയാപ്പിൽ നമ്മളെ സ്വന്തം വീട് അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നല. അങ്ങനെ ഞങ്ങൾ നമ്മളെ വീട്ടിലോട്ട് പോയി. ഒന്നും പറയണ്ട, എന്തോരം സങ്കടമോ സന്തോഷമൊക്കെ ആയിട്ട്. ഈ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ നെഞ്ഞത്തു നിന്നൊക്കെ ഒരു വിഷമം വരൂലേ, അതിങ്ങനെ എന്തോ വരിക കേട്ടോ. അവിടെ എനിക്ക് അറിഞ്ഞൂടാ എന്ത് അറ്റാച്ച്മെൻ്റ് ആണ് ആ വീടിനോട് എന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. എനിക്കത് വേറൊരാളവിടെ താമസിക്കുന്നപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കുകയോ അതെങ്ങനെയാണ് എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. സജീഷേട്ടനോട് പറയുക, സജീഷേട്ടാ എനിക്ക് പറ്റുന്നില്ല, ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്തോ ഒരു വിഷമം, എന്താ എനിക്ക് അറിഞ്ഞൂടാ. എന്തോ വലിയൊരു സൗകര്യമോ കാര്യം ഒന്നുമല്ല, പക്ഷെ എന്തോ സ്വന്തം പോലെയുള്ള ഒരവസ്ഥ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയുക, 2 കട്ടിൽ ഇങ്ങനെ ഇടായിരുന്നു. കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം പിന്നെ ഒരു ബാത്റൂം കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ബെഡ്റൂമിൽ. പിന്നെ അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ അവിടെ വരുത്തുന്നത് പണി നടക്കുന്നതിനെ കൊണ്ടാണ് നമുക്ക് ഉള്ളിലൊക്കെ ഇങ്ങനെ കയറാൻ പറ്റിയത് കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്ത് നമ്മൾ എടുക്കണം കേട്ടോ. എന്തോ ഒരു സങ്കടമാവുക. സിദ്ധു പറയും, അമ്മയെ നോക്കമ്മേ നമ്മളിപ്പൊക്കെ കഴുകുന്ന സ്ഥലം എന്നൊക്കെ കേട്ടോ. എല്ലാവർക്കും അറ്റാച്ച്മെൻറ്റ്. എനിക്ക് അറിഞ്ഞുകൂടെ ഒരു വീടിനോട് നമുക്ക് തോന്നാത്തൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് പുതിയാപ്പിള്ള ഈ ഒരു ഫ്ലാറ്റിനോട് തോന്നിയിട്ടുണ്ടേ. അങ്ങ് പോരാൻ തോന്നില്ല. എപ്പോഴും നമ്മളതാണ് ആ ഒരു ചിന്തയാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഉണ്ണിയേട്ടനും നീനും മേലെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്കിങ്ങനെ അവിടെ പോവാലോ എന്നുള്ളതാണ് കേട്ടോ ഇപ്പം ഭയങ്കര ഒരു സന്തോഷം. പിന്നെ ഞങ്ങൾ വേഗം തന്നെ മേലോട്ട് കയറിയേ. അവിടെ പോയിട്ട് നീനും ദിയെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോട് കുറച്ച് നേരം സംസാരിച്ച്. അതിലും വലിയൊരു സന്തോഷം എന്നറിയാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇത്രയും അടുത്തറിഞ്ഞ മനുഷ്യർ ചുരുക്കം ചിലരെ നമ്മളെ എല്ലാം കൊണ്ട് അടുത്തറിയുള്ളൂ, ഇത്രയും ഫ്രീഡായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അക്കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആൾക്കാരാണ് നമ്മൾ ഉണ്ണിയേട്ടനും ഫാമിലി കേട്ടോ. അപ്പം ദിയേനെല്ലാം കണ്ടപ്പോൾ എനിക്ക് എന്തോ ദേവുവിനെ കാണുന്ന അതേ ഫീലിങ്സാണ് എനിക്ക് അവളെ കാണുമ്പോൾ.
അതേപോലെ തന്നെ നീനുവിനോടായാലും കുറേ കാര്യങ്ങൾ നമ്മളെ ഭാഷയിൽ നമുക്ക് തോന്നിയത് പറയാൻ പറ്റിയ മനുഷ്യരുണ്ടല്ലോ, അങ്ങനെയുള്ള മനുഷ്യർ കേട്ടോ. അപ്പോൾ ആടുന്ന് ആ കൊറിയറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ബസ്സിൽ നമ്മളെ വീട്ടിലോട്ട് വരണം. സങ്കടം അങ്ങനെ പെട്ടെന്ന് തന്നെ കൊയിലാണ്ടിക്കുള്ള ബസ് കിട്ടി. ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലെത്താനായി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പോയിട്ട് ഇവിടെ തിരിച്ചെത്തി കേട്ടോ. നല്ല എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ മഴ പെയ്തിട്ടില്ല, ഇങ്ങോട്ട് വരുമ്പോൾ മഴ പെയ്തിട്ടില്ല. പക്ഷെ ചെറിയൊരു ചാറ്റലുണ്ടായിരുന്നു, അപ്പം തന്നെ പോയി. അതെ, നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ. പിന്നെ അതെ, കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ നമ്മുടെ ഇപ്പം വരെ സ്കൂളിൽ പോയിട്ട് നമ്മൾ കുറേ കുട്ടികൾക്ക് LSS USS ഒക്കെ സ്റ്റേജിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അന്നേരം ഒരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു അല്ലേ, അടുത്ത പ്രാവശ്യമെങ്കിലും നമ്മുടെ കുഞ്ഞുവിനും സിദ്ധുവിനും കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നല്ല എന്താ പറയുക, നല്ലോണം പരിശ്രമിച്ചിട്ടുണ്ട് രണ്ടാളും അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ വടകര വെച്ചിട്ട് അത് കിട്ടിയ സമയത്ത് വളരെയധികം സന്തോഷവും കാര്യം. അത് എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അപ്പോൾ ഇന്ന് സിദ്ധുവിന് ഏറ്റവും നല്ല സന്തോഷമുള്ള ദിവസമാണ് അല്ലേ സിദ്ധു? കുഞ്ഞുമില്ല കേട്ടോ അവിടെ, അതുകൊണ്ട് ഇവിടെ പിന്നെ ഒരു സൈലന്റ് പോലെ തോന്നുന്നത് ഇങ്ങനെ സൈലന്റ് ഉള്ള സ്ഥലത്താണല്ലോ നമ്മള്, മൊത്തത്തിലൊരു സൈലന്റ് ഉള്ള സ്ഥലത്താണല്ലോ, അതുകൊണ്ടാട്ടോ. അല്ലാണ്ട് പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇന്നിപ്പോൾ വരുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ പഴയ വീട്ടിലൊന്ന് പോയി. അപ്പോൾ അവിടെയൊക്കെ പോയ സമയത്ത് തിരിച്ചു വരുന്നതിന് വീണ്ടും ആ ഒരു മൂഡ് പോകുന്ന പോലെ ഇങ്ങനെ എത്താനാ സമയത്ത് ഒന്നും വിചാരിക്കല്ല, ആരെങ്കിലും പറയും നിൽക്കുന്ന സ്ഥലത്തിനെ കൊണ്ട് നെഗറ്റീവ് പറയല്ല. ഇവിടെ അത് ശീലിച്ചു പോയില്ലേ. പിന്നെ അങ്ങനെ ആളുള്ള സ്ഥലത്താണ് ഞാൻ നിന്നതും സൈഷേട്ടൻ നിന്നൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ പിന്നെ വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ടൗണൊക്കെ കഴിഞ്ഞ് വിട്ട് വരുമ്പം ഒരു സൈലന്റ്. ഇപ്പം ഇവിടെ ഇങ്ങനെയാ ഉണ്ടാകുക, ഒരു ഭയങ്കര ഒരു നിശബ്ദത ഉണ്ടാവുക, ആടും അങ്ങനെയൊന്നും ഉണ്ടാവൂല. പിന്നെ കുട്ടി രണ്ടാളും വലിയ വീടാണ്. അപ്പം പിന്നെ കുഞ്ഞു കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ, പിന്നെ ദേവവും കൂടി ഉണ്ടെങ്കിൽ നല്ല സൗണ്ട് ഉണ്ടാവും. അവലൊന്നും ഇല്ല, കുഞ്ഞു എത്തിയിട്ടില്ല കേട്ടോ. കുഞ്ഞ് വരണമെങ്കിൽ വൈകുന്നേരം ആവും എന്ന് എനിക്ക് തോന്നുന്നല്ലേ. ഞാൻ വിളിച്ചപ്പം പറഞ്ഞ് പിന്നെ കളി കഴിഞ്ഞ് വൈകുന്നേരം ആവും വരും. ഓന് ഇവിടുന്ന് ഒരു അടുത്താണല്ലോ, പോയി സൈക്കിൾ കൊടുത്ത് പോയിട്ട് വരാനുള്ള ദൂരമുള്ളൂ. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളെ സന്തോഷത്തിൽ നിങ്ങളെയും കൂടി ഞങ്ങൾ പങ്കാളിയാക്കിയില്ലേ. അതെ, ഒരു കാര്യം നമ്മൾ മിസ്സാക്കുന്നില്ല, എല്ലാ കാര്യവും നിങ്ങളെ അറിയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഇനിയുള്ളത്. അപ്പോൾ ഈച്ച ഉണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ ആക്കുന്നത്. ആരെയും വിചാരിക്കുന്നത് മാങ്ങ നിലത്ത് വീണിട്ട് ഫുള്ള് ഇതായിട്ടുണ്ട് ഇവിടെ ഈച്ച. അതിപ്പോൾ മഴക്കാലമായ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും വീഡിയോ മുഴുവനായിരിക്കും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കുറേ ആൾക്കാർ നല്ല രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. അത് മാത്രമല്ല മനസ്സിലാവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കാണുന്നുണ്ട്, കൂടുതലായിട്ട് കാണുന്നുണ്ട്. സാധാരണ കുറച്ച് നേരമൊക്കെ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക അല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.